നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട തന്ത്രി കണ്ഠര് രാജീവർ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. കട്ടളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ചുവെന്ന കേസിലാണ് അദ്ദേഹത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടെങ്കിലും വാദം കേട്ട കോടതി വിധി പറയുന്നത് ഈ മാസം 19 മാറ്റിയിരിക്കുകയാണ്. അതേസമയം ധാരപാത്ര ശില്പവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഈ രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂവെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കേസിൽ ജാമ്യം ലഭിച്ചാലും തൊട്ടടുത്ത കേസിൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ കണ്ഠര് രാജീവരുടെ വക്കീൽ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്. ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരമുള്ളതെന്നും ക്ഷേത്രത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ സംരക്ഷണമോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലെന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത്. ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന സബോർഡിനേറ്റ് റോൾ മാത്രമാണ് തന്ത്രിക്ക് അവിടെയുള്ളത്. പൂജാകാര്യങ്ങളിൽ അദ്ദേഹം വിദഗ്ധനാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലോ സ്വർണ്ണം പൂശുന്ന ജോലികളിലോ അദ്ദേഹത്തിന് നേരിട്ട പങ്കാളിത്തമില്ല. അതിനാൽ തന്നെ സ്വർണ്ണം മോഷ്ടിച്ചുവെന്ന കുറ്റം അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയൊക്കെ തന്നെ നിലപാട്. റിമാൻഡ് അപേക്ഷയിലെ പോലീസിന്റെ കണ്ടെത്തലുകൾ അത് പലതും ദുർബലമാണെന്ന വിമർശനം ഇപ്പോൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. തന്ത്രിയുടെ പ്രവൃത്തികൾ കാരണം ശബരിമലയിലെ പൂജകൾക്ക് തടസ്സമുണ്ടായെന്നും മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ വിഘ്നങ്ങൾ സംഭവിച്ചുവെന്നും മാത്രമാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമോ നിലവിലെ നിയമവ്യവസ്ഥയിലോ ഗൗരവകരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണത്തെ ചൊല്ലിയും തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തന്ത്രി കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പൂജകളിൽ നിന്നുള്ള വരുമാനവും കണക്കിലെടുക്കുമ്പോൾ ആ സ്വർണം വീട്ടിലുള്ളവരുടെ സമ്പാദ്യമാണെന്ന വാദത്തിന് മുൻതൂക്കം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തിന് തന്നെ വലിയ വെല്ലുവിളിയായിരിക്കും. അതേസമയം കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും അദ്ദേഹത്തിന്റെ റിമാൻഡ് ഈ മാസം 27 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 11 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. എന്നാൽ കണ്ഠര് രാജീവരുടെ കാര്യത്തിൽ കോടതിയുടെ സമീപനം വ്യത്യസ്തമാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകളുടെ അഭാവവും അദ്ദേഹത്തിന്റെ പരിമിതമായിട്ടുള്ള പങ്കാളിത്തവും പരിഗണിച്ച് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ജാമ്യം അനുവദിച്ചേക്കാം. എങ്കിലും സങ്കീർണമായ ഈ കേസിൽ നിന്നും അത്ര പെട്ടെന്ന് വിടുതൽ ലഭിക്കില്ല എന്ന് വേണം കരുതാനായിട്ട്. SITയുടെ അന്വേഷണം നിലവിൽ വളരെ മന്ദഗതിയിലാണെന്ന ആക്ഷേപം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ശേഷമാണ് അന്വേഷണം വീണ്ടും ഊർജിതമായത്. കേസിൽ ഇനിയും ചില സുപ്രധാന അറസ്റ്റുകൾ കൂടി നടക്കാനുണ്ടെന്നാണ് സൂചന. എന്നാൽ ചില പ്രതികൾ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നത് പോലീസിനെയും കുഴപ്പിക്കുന്നുണ്ട്. ഹരിശങ്കർ DIGയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അബോധാവസ്ഥയിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നുമാണ് റിപ്പോർട്ട്. ആരോഗ്യസ്ഥിതി മോശമായ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ തന്നെ പോലീസ് വളരെ കരുതലോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇതാകട്ടെ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച് പകരം വ്യാജമായോ ഗുണനിലവാരം കുറഞ്ഞതോ ആയ സ്വർണം അവിടെ വച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. യഥാർത്ഥ സ്വർണം എവിടെയാണ് വിറ്റതെന്നോ ആർക്കാണ് നൽകിയതെന്നോ സംബന്ധിച്ച് ഇതുവരെ തൊണ്ടി മുതൽ എവിഡൻസ് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നത് കേസിൻ്റെ വിചാരണ വേളയിൽ വലിയ പോരായ്മയായി തന്നെ മാറും. അതുകൊണ്ട് തന്നെ SIT വളരെ ശക്തമായ തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്ത്രിയുടെ അറസ്റ്റ് ഈ കേസിനെ കൂടുതൽ പ്രശസ്തമാക്കിയെങ്കിലും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശാസ്ത്രീയമായ അന്വേഷണം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്.